വൈഷ്ണവി ബലിക്കളത്തിൽ ഉറഞ്ഞു തുള്ളുന്നു. പക്ഷേ അവൾ സ്വപ്നം കണ്ട കാര്യം പറയുന്നില്ല. ഒടുവിൽ അവൾക്ക് ബോധക്ഷയം വരുന്നു. വൈഷ്ണവിയുടെ നിലപാട് സംശയദൃഷ്ടിയോടെ നോക്കുന്ന രേണുക. കുട്ടികൾ പറഞ്ഞ നാഗപ്പുറ്റിൽ കുടിയിരിക്കുന്ന സർപ്പയക്ഷിയെപ്പറ്റി തനിക്ക് അറിയണമെന്നും അതിനാൽ ഇന്ന് അവിടേക്ക് പോകണമെന്നും പറയുന്ന ഈശ്വർ. അതിന് അവൻ വൈഷ്ണവിയെ കൂട്ടുപിടിക്കുന്നു. അന്ന് രാത്രി അവർ സർപ്പക്കാവിലേക്ക് പോകുന്നു. അവിടെയാ നാഗപ്പുറ്റ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഒന്ന് വന്നേടാ. നമ്മളെ കണ്ടാ ചിലപ്പോ നാഗസുന്ദരിമാർ വരാതിരുന്നാലോ? ആ പുറ്റിനടുത്തേക്ക് തന്നെ പോണം. എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. ഈശ്വർ, നീ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? നിങ്ങൾ എന്നെ കൂടെ വാ. വാ, ഞാൻ പറഞ്ഞുതരാം. ഈശ്വർ, നീ പറഞ്ഞ നാഗപ്പുറ്റ് ഇതല്ലേ? എടാ, നീ അതിന്റെ അടുത്തേക്കൊന്നും പോണ്ട. ഈശ്വർ, നീ അവിടേക്ക് പോവല്ലേ? ഇവിടെ വന്നപ്പോ മുതൽ എനിക്ക് പേടി തോന്നുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഞാനൊന്ന് ശരിക്കും നോക്കട്ടെ. ഈശ്വർ, നീ അതിന്റെ അടുത്തേക്ക് പോണ്ട. എടാ, ഒരു സെക്കൻഡ്, നിക്ക്. ഈശ്വർ, ഈശ്വർ, നീ എന്തേ ചെയ്യുന്നത്? മതി, വാ, നമുക്ക് പോവാം. വൈഷ്ണവി പ്ലീസ്, ഇതിനൊന്ന് പ്രത്യേകതയുണ്ട്. ഇതൊരു സാധാരണ മൺപുറ്റല്ല. ഈശ്വർ, വേണ്ട, അതിനെ തൊട്ട് കളിക്കണ്ട, നമുക്ക് പോയേക്കാം. എടി, ഇതത്ര അപകടകരമായിട്ടുള്ള മൺപുറ്റല്ല. എടാ, അതിൽ പാമ്പുണ്ടാവും. എടാ, ഇതിനകത്ത് പാമ്പൊന്നും ഇല്ലടാ. രേണു മോളെ, രേണു. ആ രേണു മോളെ, എന്തോ നാഗം ഇതിൽ എഴഞ്ഞു പോയതുപോലെ തോന്നുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മുത്തശ്ശിക്ക് ഉറക്കത്തിൽ തോന്നിയതായിരിക്കും. അല്ല മോളെ, എനിക്ക് ശരിക്കും തോന്നി നാഗത്താന്മാരിൽ ആരോ ഒരാൾ ഇവിടെ എത്തിയിരിക്കണു. തോന്നിയതാവും മുത്തശ്ശി. മുത്തശ്ശി ഉറങ്ങാൻ നോക്ക്. മുത്തശ്ശി, നാഗത്താനെ, എന്താ ഇത്? എന്തിനാ ഇവിടെ വന്നത്? എന്താ ഇവിടുന്ന് വേണ്ടത്? ഒന്ന് അറിയിച്ചിട്ട് പോവാ. നാഗദേവി,
ഈ വാതില് തുറന്നത്? ഞാൻ അടച്ചതാണല്ലോ. ഞാൻ വരുമ്പോ വാതില് തുറന്നാ കിടന്നത്. ആരും തുറന്നതല്ല മോളെ. നാഗദേവി നമ്മുടെ മനസ്സ് തുറപ്പിച്ചതാ. എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഉറക്കറയിൽ വന്ന നാഗം ഉണർത്തിയത് എന്തിനാ? മുത്തശ്ശി, മോളെ, നീ എന്റെ കൂടെ വാ. നമുക്ക് ക്ഷേത്രം വരുന്നു പോവാ. ഇപ്പോഴോ? ഇപ്പൊ തന്നെ വരിക വരിക. മുത്തശ്ശി, എന്തോ കുഴപ്പമുണ്ട് രേണു. അല്ലെങ്കിൽ നാഗത്തന്മാരിങ്ങനെ നിക്കില്ല. നീ വേഗം വരിക, വേഗം നടക്കുക. നമുക്ക് പോവാം. സമയം ഒരുപാടായി. സെക്കൻഡ് നിക്ക്. നിനക്ക് നാഗപ്പുറ്റ് കാണണമെന്നല്ലേ പറഞ്ഞേ? അത് കണ്ടില്ലേ? വാ പോവാം. സെക്കൻഡ്. ഈശ്വർ, വാടാ, പോകാം. പോവാന്നേ. നീ പറയുന്ന കേക്ക്. ഇവന്റെ ഈ ഒടുക്കത്തെ നോട്ടം കാരണം നാഗസുന്ദരിമാർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, ഇവനാണെങ്കി ഇപ്പൊ പേടിച്ച് ചാവും. മിണ്ടാരടാ. ഓ, പേടിയില്ലാത്ത ഒരാള്. വാടാ പോവാം. വാ. എടാ, ഇങ്ങ് വാ, പോവാം. അയ്യോ, പാമ്പ്. അയ്യോ, പാമ്പ്. നാഗത്താനെ, ഞങ്ങളൊന്നും ചെയ്യില്ലേ. ഞങ്ങൾ പൊയ്ക്കോളാം. അളിയ, പാമ്പ് വന്ന് ഓടിക്കാൻ ഒരു വടി കിട്ടി. നീ ഇതെന്തിനാണ് എടുത്തത്? എടാ, ഇതവിടെ രക്ഷാസങ്കല്പം വെച്ച് തൃശൂലവാ. ഇത് എവിടാന്ന് വെച്ച് കൊണ്ട് വെക്കി വൈഷ്ണവി. ഇതെങ്ങനെയാ ഇപ്പൊ അവിടെ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നേ? പോവാം, പോവാം. വാ, 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 പോ. എന്താ ശങ്കുണ്ണി, എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. നാഗത്തന്മാര് വന്നെന്നെ ഉണർത്തിയേ? ക്ഷേത്രവളപ്പിൽ അസാധാരണമായിട്ടൊന്നും കാണുന്നില്ലല്ലോ മുത്തശ്ശി. നമുക്ക് കാവിലേക്ക് പോയി നോക്കിയാലോ? ഈ പാതിരാത്രി കാവിലേക്ക് പോണോ? കാവിലെന്ത് കുഴപ്പം നടക്കാനാ? കാവിലിപ്പോ പോകുന്നത് ശരിയല്ല. നാഗത്തന്മാരുടെ സ്വൈര്യവിഹാരത്തിന് നമ്മൾ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. രേണു, ആ നാഗം ചിലപ്പോ അബദ്ധവശാൽ നമ്മുടെ ഉറക്കറയിൽ വന്നതാകാം. വരിക, തിരിച്ചു പോവാം. എന്റെ നാഗദേവി കാത്തോളണേ. നിങ്ങളൊക്കെ എന്താ ഇവിടെ? അത് ഞങ്ങള് രേണുവെടുത്തി. വൈഷ്ണവി ചോദിച്ച കേട്ടില്ലേ? ഈ പാതിരാത്രിയിൽ ഇവരെയും കൂട്ടിക്കൊണ്ടു വന്ന് എന്താ ഇവിടെ ചെയ്യാനുള്ളത്? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? അത് പിന്നെ ഞങ്ങള് കാവില്. നിങ്ങൾ കാവില് പോയോ? പോയില്ല. പോയില്ല, ഞങ്ങള് കാവിലേക്ക് പോവാനായിട്ട് വന്നതാ. ആ, അതേ രേണുവെടുത്തി, ഞങ്ങള് കാവിലേക്ക് പോവാനായിട്ട് വന്നതാ. അതെന്തിനാ നിങ്ങൾ കാവിലേക്ക് പോകാനായിട്ട് വന്നത്? വെറുതെ നിങ്ങൾ നടക്കാൻ ഇറങ്ങിയതാ മുത്തശ്ശി. പാതിരാത്രിയിലാണോ നിങ്ങൾ നടക്കാൻ ഇറങ്ങുന്നത്? വൈഷ്ണവി, സത്യം പറയ, എന്തിനാ നിങ്ങൾ കാവിലേക്ക് പോകാനായിട്ട് വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അത് മുത്തശ്ശി വേറൊന്നുമല്ല. ഞങ്ങളുടെ മുറിയുടെ ജനാലയ്ക്കടുത്തുകൂടി ഒരു സ്ത്രീരൂപം നടന്നു പോകുന്നത് ഈ സുന്ദർ കണ്ടു. ഞാനോ? ഞാനപ്പോ കണ്ടു. ആ, നീ കണ്ടു.
നീ അല്ലടാ ഏതോ പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെയും വൈഷ്ണവൊക്കെ ആ കാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അതെ, നീ ഞങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പൊ ഒഴിഞ്ഞു പറഞ്ഞോ? അതിന് നിങ്ങൾ എന്തിനാ കാവിലേക്ക് പോകുന്നത്? അത് പിന്നെ ആ സ്ത്രീരൂപം കാവിലേക്ക് പോകുന്ന പോലെ തോന്നിന്ന് ഇവൻ പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ കാവിലേക്ക് പോയത്. വൈഷ്ണവി, ശരിയാണോ ഇതെല്ലാം? അതെ മുത്തശ്ശി. മുത്തശ്ശി ആ സ്ത്രീയെ നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ചിലപ്പോ ഇവന് സ്ത്രീയെ കണ്ടതായി തോന്നിയതാവും മുത്തശ്ശി. ശരിയാവണോന്നില്ല അല്ലടാ. ചിലപ്പോ തോന്നിയായിരിക്കും. വൈഷ്ണവി, ഇവരെയെല്ലാം വിളിച്ചോണ്ട് നീ മനയിലേക്ക് പോ. രാത്രി ഇവിടെ ഇങ്ങനെ പല പോക്കുവരകളും ഉണ്ടാവും. മേലിൽ ആരും പുറത്തിറങ്ങരുത്. ആ, എല്ലാവരും പോ. വാ വാ. ഓം പൃഥ്വീവികൽപായ നാഗായ നാഗരാജായ രേണു, എന്താ മുത്തശ്ശി? എന്റെ മനസ്സിലെ സംശയം അങ്ങോട്ട് മാറണില്ല. നാഗത്താമാര് വെറുതെ എന്റെ മുറിയിലേക്ക് വരുവോ? അതേതോ ഒരു നിമിത്തമാണ്, അല്ലെങ്കിൽ ഏതോ അനർത്ഥമാണ്. മുത്തശ്ശി, ഇനിയിപ്പൊ അതൊന്നും ആലോചിക്കണ്ട. എന്റെ നാഗദേവി, അവിടുന്ന് എന്തിനാണ് നാഗത്താനെ അയച്ച് അടിയനെ അറിയിക്കാൻ ശ്രമിച്ചത്? ഒന്നും മനസ്സിലാവണില്ലാലോ എന്റെ ദേവി. കാത്തോളണേ. നീ എന്റെ വഴി മുടക്കുന്നോ? വഴി മാറ്, മാറിപ്പോവാൻ. മരണമില്ലാത്ത ഈ ദക്ഷകിയുടെ കൈകൊണ്ട് മൃത്യു വരിക്കാതെ ദൂരെ പോ. നീ എന്നെ തടയുന്നോ? ഈ നാഗമടത്ത് കുലം ഞാൻ മുടിക്കും. ഈ പ്രദേശം ഞാൻ ചുടുകാടാക്കും. എന്നെ ബന്ധിച്ചവരുടെ തലമുറയെ കൊന്നൊടുക്കാതെ ഞാൻ അടങ്ങില്ല. എന്റെ ലക്ഷ്യം ഞാൻ നേടും. ദക്ഷകിയെ തടയാനോ തളയ്ക്കാനോ വരുന്നവർക്കെല്ലാം നിന്റെ അനുഭവമായിരിക്കട്ടെ. പോ. മുത്തശ്ശിയമ്മേ, മുത്തശ്ശിയമ്മേ. എന്താ തിരുമേനി, മുത്തശ്ശിയമ്മേ. എന്താ എന്താ കല്യാണി, നീ എന്തിനാ പേടിച്ചോടുന്നേ? പറയൂ കുട്ടി, എന്താ ഉണ്ടായത്? ഒന്ന് പറയാ. എന്താ കല്യാണി? അവിടെ ആ കാവിന്റെ ഉള്ളില്
ഒരു നാഗത്തെ. നാഗത്തെ നീ കണ്ടോ? അതിനാണോ നീ ഇങ്ങനെ പേടിച്ച് പാഞ്ഞു വന്നേ? അല്ല, നാഗത്തെ ആരോ കൊന്നിട്ടിരിക്കുന്നു. എന്ത്? നാഗത്തെ കൊന്നിട്ടിരിക്കുന്നുവെന്നോ? എന്ത്? എന്റെ നാഗദേവി! ആര് കൊന്നു? ആരാ ഇത് ചെയ്തത്? ഈശ്വര, അനർത്ഥമാണല്ലോ നടന്നിരിക്കുന്നത്. എന്റെ നാഗദൈവങ്ങളെ, ഞാൻ എന്തായി കേക്കണത്? എന്തൊക്കെയാ ഇവിടെ നടക്കണത്? എന്റെ നാഗത്തമ്മാരെ, ആർക്കും ഒരു ശല്യം ചെയ്യാതെ ഇവിടെ കുടിയിരുന്ന് വാഴുന്ന നാഗത്തമ്മാരിൽ ഒന്നിനെ കൊല്ലാൻ ആർക്കാണ് ഇത്രയും ധൈര്യം വന്നത്? ആരാണ് ഈ മഹാപാപം ചെയ്തത്? എന്റെ നാഗദേവി! അതിനുള്ള കൈക്കരുത്തും മനക്കരുത്തും ഈ മനയിൽ ഒരാൾക്കേ ഉള്ളൂ. ഒരാൾക്ക് മാത്രം. എടാ നിക്കവിടെ. എടാ കുലദ്രോഹി, ഇറങ്ങി പോടാ പുറത്ത്. പോകാൻ ഇറങ്ങിപ്പോ. ഇനി എന്നെ തല്ലരുത്. എടാ നീ മഹാപാപം ചെയ്തു അല്ലേ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നാഗത്തെ കൊന്നിട്ടില്ല. നീ വീണ്ടും നുണ പറയുന്നോ? അവനെ തല്ലല്ലേ. ഇവനെ തല്ലിക്കൊല്ലും. ഈ മഹാഭാവിയെ ഈ കുലത്തിന് എന്തിനാ വസുമതി? ഇവരിവിടെ വേണ്ട. ഏട്ടാ വേണ്ട, ഏട്ടാ അരുത്. അവനെ ഒന്നും ചെയ്യരുത്. വേണ്ട, ഉണ്ണേട്ടനെ തല്ലല്ലേ. ഇവരെ ഞാൻ വെറുതെ വിടില്ല. നാഗത്താനെ തല്ലിക്കൊന്നവനെ ശിക്ഷിച്ചില്ലെങ്കിൽ നാഗദേവി എന്നോട് പൊറുക്കില്ല. ഇറങ്ങി പോടാ. പോകാൻ. ഇനി എന്നെ തല്ലരുത്. ആ നാഗത്തിനെ ഞാൻ കൊന്നിട്ടില്ല. ഞാനത് ചെയ്തിട്ടില്ല. ചെയ്തവരെ പോയി തല്ല്. ഇവൻ കള്ളം പറയാ. ഇവൻ തന്നെയാ ചെയ്തത്. ഈ കെട്ടിനകത്ത് കയറിയ നാഗത്തെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചവനല്ലേ നീ? ഈ നിഷേധിയല്ലാതെ മറ്റാരും ആ പാപം ചെയ്യില്ല. ഉണ്ണിയിടാ മോനെ, നീ ആ പാപം ചെയ്തോടാ. മുത്തശ്ശി, ഞാനത് ചെയ്തിട്ടില്ല. ഉണ്ണി തെറ്റിയായിട്ട് സ്വയം ന്യായീകരിക്കുന്നോ? നിന്നെ ഞാൻ ഇനി ഉണ്ണിയേട്ടനെ തല്ലണ്ട. ഉണ്ണിയേട്ടൻ നാഗത്തിനെ കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ തല്ലുന്നത്? എന്റെ നാഗദൈവങ്ങളെ, മോനെ ഉണ്ണി, നീ ആ പാപം ചെയ്തിട്ടില്ലെങ്കിൽ കുലദൈവങ്ങളെ വിളിച്ച് സത്യം ചെയ്. മോനെ, നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ സത്യം ചെയ്യാൻ മടിക്കണത്? സത്യം ചെയ്ത് മുത്തശ്ശനെ ബോധ്യപ്പെടുത്തറ. ഞാൻ പറയുന്നത് വിശ്വാസമില്ലാത്തവര് എന്റെ സത്യത്തെ വിശ്വസിക്കോ? ഞാൻ സത്യം ചെയ്യില്ല. ഇവ സത്യം പറയും തോന്നുന്നുണ്ടോ? അവൻ തന്നെയാണ് ചെയ്തത്. കുലദ്രോഹി. കുലം നശിപ്പിക്കുന്ന പ്രവൃത്തിയല്ലേ അവൻ ചെയ്തത്. മുത്തശ്ശ, എന്തിനാ ഇങ്ങനെ ശപിക്കുന്നത്? ഉണ്ണിയേട്ടൻ ആ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നാഗദൈവങ്ങൾ അതിനുള്ള ശിക്ഷ കൊടുത്തോളും. അതെ ഏട്ടാ, അങ്ങനെ തന്നെ കരുതാം. അവനെ തല്ലിയിട്ടോ ഇറക്കി വിട്ടിട്ടോ എന്താ കാര്യം? നാഗത്താനോട് ചെയ്ത പാപത്തിന് നാഗദേവി തന്നെ ശിക്ഷ കൊടുക്കട്ടെ. ഇതിന്റെ പേരിൽ അടിയും വഴക്കും ഒന്നും വേണ്ട ഈ ഇല്ലത്ത്. കല്യാണി, ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ. നീയായിട്ട് നീ ഒന്നും ബാക്കി വെക്കണ്ട. ഞാനെല്ലാം കണ്ടു. എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? ഞാൻ തല്ലുകൊള്ളുന്നതിന് നീ വേദനിക്കുന്നതിന്? നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഉണ്ണിയേട്ടനത് ചെയ്തോ? ഇവിടുത്തെ കാവിലൊരു നാഗത്തെ കൊല്ലാൻ ഉണ്ണിയേട്ടന് കഴിയൂ? ഞാനല്ല. ഉണ്ണിയേട്ടൻ ഇവിടുത്തെ നാഗങ്ങളോട് ദേഷ്യാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഉണ്ണിയേട്ടൻ എന്തൊരു പാപോ ചെയ്തേന്ന് അറിയോ? ഉണ്ണിയേട്ടൻ എന്തിനാ ഇത് ചെയ്തത്? ഈ പാപം എന്ത് ചെയ്താ തീരും?
കാവിലെന്താ നടന്നെന്നും ആരാ നാഗത്തിനെ കൊന്നെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഫ്രണ്ട്സിനെയാണോ ഉണ്ണിയേട്ടന് സംശയം? ഇവരെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ഉണ്ണിയേട്ടൻ ചെയ്ത കുറ്റം ഇവരുടെ മേലിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഞാൻ തെളിയിച്ചുതരാം. പാവ ഉണ്ണിയേട്ടൻ വലിയ തിരുമേനിയുടെ കയ്യിൽ നിന്നും ശരിക്കും തല്ല് കിട്ടി. അതിന്റെ കൂടെ ഒരു തെറ്റും ചെയ്യാത്ത ഉണ്ണിയേട്ടനെ വൈഷ്ണവിയും കൂടി വേദനിപ്പിക്കണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ ഇതെല്ലാം ചെയ്തില്ലെന്ന് നിനക്കുറപ്പുണ്ടോ? ചെയ്ത കാര്യം നെഞ്ചി വിരിച്ച് ചെയ്തു എന്ന് സമ്മതിക്കുന്ന ആളാ ഉണ്ണിയേട്ടൻ. വൈഷ്ണവി, അയാൾക്ക് നമ്മളെന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി നമ്മള് കാവിലേക്ക് പോയതും വന്നതും നിന്റെ ഉണ്ണിയേട്ടൻ കണ്ടു കാണോ? ഏയ്, അതൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഉണ്ണിയേട്ടൻ നമ്മളെ സംശയിക്കുന്നത് പോലെ സംസാരിച്ചത്? ഉണ്ണിയേട്ടൻ അങ്ങനെ ഒരു ടൈപ്പാ. നിങ്ങൾ ആരും ഉണ്ണിയേട്ടൻ പറയുന്ന കാര്യമാക്കണ്ട. നമ്മള് കാവില് പോയെങ്കിലും തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വൈഷ്ണവി, ശരിക്കും ആ നാഗം എങ്ങനെയാവും മരണപ്പെട്ടത്? ആരെങ്കിലും ക്രൂരമായിട്ട് തല്ലാതെ ആ നാഗം മരണപ്പെടില്ല. ഉണ്ണിയേട്ടനല്ലെങ്കിൽ പിന്നെ ആ ക്രൂരത ആരാവും ചെയ്തിട്ടുണ്ടാവുക? ചന്ദ്രാദിത്യ വിമർദ്ദന സർവ